DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 29 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ഫെബ്രുവരിയിൽ RBI റിപ്പോ നിരക്ക് 0.25% കുറച്ചിരുന്നു. ഭവന വായ്പകൾ, വാഹന വായ്പകൾ തുടങ്ങിയ വായ്പകളുടെ പലിശ നിരക്ക് ഇതനുസരിച്ച് ബാങ്കുകൾ കുറച്ചത് വായ്പക്കാരുടെ തിരിച്ചടവ് തുക കുറയാനിടയാക്കിയിട്ടുണ്ട്. പണപ്പെരുപ്പം കുറഞ്ഞതിനാൽ RBI റിപ്പോ നിരക്ക് ഇനിയും കുറച്ചേക്കും. 2025-26 സാമ്പത്തിക വർഷത്തിൽ RBI റിപ്പോ നിരക്ക് വീണ്ടും 0.75% കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് SBI റിസർച്ച് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇതും ആളുകളുടെ പക്കൽ അധിക പണം കൈവരാനിടയാക്കുന്ന നീക്കമാണ്. അടുത്ത അറിയിപ്പ്, ഇനി ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാനുള്ള നടപടികൾ എളുപ്പമാണ്. പേരുമാറ്റത്തിനുള്ള മാനദണ്ഡങ്ങളിൽ ഇളവുകൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വിദ്യാഭ്യാസം നേടിയവർക്ക് ഗസറ്റ് വിജ്ഞാപനത്തിന് ശേഷം SSLC സർട്ടിഫിക്കറ്റിലും സ്കൂൾ രേഖകളിലും നിലവിൽ പേരുമാറ്റാൻ സാധിക്കും. ജനന സർട്ടിഫിക്കറ്റിൽ പേരുമാറ്റുന്നതിന് ഈ സ്കൂൾ രേഖകളാണ് ഉപയോഗിക്കുന്നത്. CBSE, ICSE സ്കൂളുകളിൽ വിദ്യാഭ്യാസം നേടിയവർക്കോ വിദേശത്ത് വിദ്യാഭ്യാസം നേടിയവർക്കോ ഈ സൗകര്യം ലഭ്യമായിരുന്നില്ല. ഇതിനുള്ള നടപടികൾ ലഘൂകരിക്കാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തീരുമാനം. ഇത്തരക്കാർക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാൻ ജനന സർട്ടിഫിക്കറ്റിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമായിരുന്നു. ജനന സർട്ടിഫിക്കറ്റിൽ പേരുമാറ്റം വരുത്താൻ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ മാറ്റം വരുത്തണമെന്നാണ് നിലവിലെ ചട്ടം അനുശാസിക്കുന്നത്. ഇത് ഈ വിഭാഗങ്ങളിലുള്ളവർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരുന്നത്. കേരളത്തിൽ ജനന രജിസ്ട്രേഷൻ ഉള്ളവരെയും ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പേര് മാറ്റിയവരെയും ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാൻ ഇനി അനുവദിക്കും. കേസ്മാർട്ടിലും ഇതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും. മാനദണ്ഡങ്ങളിൽ ഇളവുകൾ കൊണ്ടുവരുന്നത് നിരവധി പേർക്ക് സഹായകരമാകുമെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ് പറഞ്ഞു. അടുത്ത അറിയിപ്പ്, സൈബർ കുറ്റകൃത്യങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും തടയുന്നതിനായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 1 മുതൽ ചില UPI അഡ്രസ്സുകൾ പ്രവർത്തനരഹിതമാകും. UPIയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള റീചാർജ് ചെയ്യാൻ മറന്നതോ അതുമല്ലെങ്കിൽ പ്രവർത്തനം നിലച്ചതോ ആയ നിഷ്ക്രിയ മൊബൈൽ നമ്പറുകൾ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ഉപയോക്താക്കൾ അവരുടെ നമ്പറുകൾ മാറ്റുകയോ നിർജ്ജീവമാക്കുകയോ ചെയ്യുമ്പോൾ UPI അക്കൗണ്ടുകൾ പലപ്പോഴും സജീവമായി തുടരുന്നു. ഇത് മറ്റൊരാളുടെ കൈവശം എത്തിച്ചേരുമ്പോൾ ദുരുപയോഗത്തിന് കാരണമായേക്കാം. ഇത് തടയുന്നതിന് ബാങ്കുകളും ഗൂഗിൾ പേ, ഫോൺ പേ, Paytm പോലുള്ള പേയ്മെന്റ് ആപ്പുകളും ഇപ്പോൾ UPI സിസ്റ്റത്തിൽ നിന്ന് സജീവമല്ലാത്ത നമ്പറുകൾ നീക്കം ചെയ്യും. അടുത്ത അറിയിപ്പ്, മോട്ടോർ വാഹന വകുപ്പിന്റെ ഒറ്റത്തവണ നികുതി തീർപ്പാക്കൽ പദ്ധതി അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രമാണുള്ളത്. പഴയ വാഹനത്തിന്മേലുള്ള നികുതി കുടിശ്ശിക തീർക്കാൻ മാർച്ച് 31 വരെയുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു. മാർച്ച് 31 ശേഷം ടാക്സ് അടക്കാൻ കഴിയാത്ത വാഹനം ഉപയോഗശൂന്യമാകുകയോ വിറ്റുപോയെങ്കിലും നിങ്ങളിൽ നിന്നും ഉടമസ്ഥത മാറാതിരിക്കുകയോ വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരിക്കുകയോ ആണെങ്കിൽ അവയുടെ നികുതി കുടിശ്ശിക ചുരുങ്ങിയ നിരക്കിൽ ഒറ്റത്തവണ പദ്ധതിയിലൂടെ അടച്ച് എന്നേക്കുമായി ബാധ്യത അവസാനിപ്പിക്കാവുന്നതാണെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. അടുത്ത അറിയിപ്പ്, സംസ്ഥാന സർക്കാരിന്റെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയം നിലവിൽ മാർച്ച് 31 വരെയാണ്. കർഷക ആനുകൂല്യങ്ങളും സേവനങ്ങളുമെല്ലാം ഒറ്റ കുടക്കീഴിലാക്കുന്നതിന്റെ ഭാഗമായാണ് കതിർ ആപ്പ് വികസിപ്പിച്ചത്. കൃഷി സംബന്ധമായ എല്ലാ സേവനങ്ങളും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് കർഷകർ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കൃഷിഭവൻ മുഖേന അറിയിപ്പുകളൊക്കെ എത്തിയിരുന്നു. ഇനിയും കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാത്ത കർഷകർ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നതിന് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന വാർത്തകളൊക്കെ എത്തിയിരുന്നെങ്കിലും അത്തരത്തിലുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. അതിനാൽ PM കിസാൻ ഗുണഭോക്താക്കൾക്ക് നിലവിൽ തടസ്സമില്ലാതെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും ഭാവിയിൽ ആനുകൂല്യം തടസ്സപ്പെടാതിരിക്കാൻ കിസാൻ നിധി ഗുണഭോക്താക്കളും കിസാൻ നിധിയിൽ PM കിസാനിൽ ഉൾപ്പെടാത്ത സംസ്ഥാനത്തെ കർഷകരും കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.